നമ്മൾ മലയാളത്തിൽ നിന്നാണ് തുടങ്ങിയത്. റിയാലിറ്റി ഷോകളിലൊക്കെ ഈ വിദ്യാർത്ഥികളൊക്കെ ഇരിക്കുന്ന സമയത്ത് മലയാളത്തിനെ കുറിച്ച് സ്പഷ്ടത കൊടുക്കുന്നത് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. ഏതെങ്കിലും മത്സരത്തെ കുറച്ച് അധികം ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് മലയാളികൾ കണ്ട മലയാളം ഷോ ആണെന്ന് അവർ ഓർമ്മിപ്പിക്കുക, മലയാളത്തിൽ അവരെ സംസാരിക്കാൻ ശീലിപ്പിക്കുക. മലയാളം നിങ്ങൾ പ്രത്യേകങ്ങളുടെ ഇംഗ്ലീഷ് വാക്കുകളും ഇടയിൽ മലയാളം പ്രത്യേകങ്ങളും വെച്ചാൽ സംസാരിക്കേണ്ടവരെ അവരോട് മുന്നറിയിപ്പ് കൊടുക്കുക. മലയാളം ഭാഷയോട് ഇപ്പോൾ തമിഴിന് തമിഴ് ഭാഷയോട് ഉണ്ടാകുന്ന ഒരു ആവേശം ഉണ്ടല്ലോ, അത് ചുരുക്കം ചില മനുഷ്യരുടെ ഒരാളാണ് സാബുമോൻ. അങ്ങനെ സാബുമോൻ എനിക്ക് തമിഴ് ഭാഷയോട് ഭയങ്കര ഇഷ്ടമാണ്, മലയാളം ഭാഷയോട് ഭയങ്കര ഇഷ്ടമാണ്. മലയാളം നല്ലപോലെ ഉപയോഗിക്കണം എന്ന് ഭയങ്കര കടുംപിടുത്തം പിടിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ, പിടിക്കുന്ന ഒരാളാണ്. എന്നിട്ട് എന്റെ മക്കൾക്ക് മലയാളത്തിൽ 40-7 മാർക്ക്. ഞാൻ മലയാളം വേണമെന്ന് പറഞ്ഞ് കടുംപിടുത്തം പിടിച്ച ആളുകൾ അത്രേ ആക്കായിരിക്കും. എന്റെ മക്കൾ വന്നത് ഡൽഹിയിലും ബാംഗ്ലൂരും ഒക്കെ ആയിട്ടാണ്. അതുകൊണ്ട് ഇതുങ്ങൾക്ക് മലയാളം വലുതായിട്ട് അറിഞ്ഞൂടെ. ഞാൻ ഇപ്പൊ പഠിച്ചു വരുന്നുണ്ട്, ഇപ്പൊ 15 ഉണ്ടെന്ന് തോന്നുന്നു. റിയാലിറ്റിയിൽ എന്ത് ഡിഫറൻസ്? ഇപ്പൊ ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ മലയാളത്തിന് ഭയങ്കര പ്രൊമോട്ട് ചെയ്യുന്നു പറഞ്ഞാൽ എന്റെ മക്കള് മലയാളം പ്രൊമോട്ട് ചെയ്യണമെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? അതിൽ ലോക പരാജയമായി പോയി ഞാൻ. മലയാളത്തിന് നെഞ്ചോട് പിടിച്ച എന്റെ മക്കൾക്ക് 40-ലേറാണ്. ഞാനിത് പറഞ്ഞതിന്റെ കാരണം നമുക്ക് ഈ വലിയ തിയറീസും സംഭവമൊക്കെ ഇരുന്ന് പറയാവുന്നേ ഉള്ളൂ. റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, മനസ്സിലായി? ജനങ്ങളുടെ ഒരു അറിവിലേക്ക് വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ചില തത്വങ്ങളൊക്കെ നമ്മളിരുന്ന് പറയും, പ്രാക്ടിക്കാലിറ്റി വരുമ്പോൾ കളി മാറും.